ഹായ് മകളെ, വെൽക്കം വെൽക്കം ടു ഇഗ്നീഷ്യയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരൂൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ് മക്കളെ. ഇത് ഓൾറെഡി നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരു സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ അല്ലെ? നമ്മൾ മോൾ കൺസെപ്റ്റ്സിന്റെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ? അവോഗാഡ്രോ ആ ലോ, ഈ ലോ, അതേപോലെ തന്നെ GMM, GAMM, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവൂലേ? അപ്പൊ അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ എന്നുമാണ്. അതേപോലെ ആ ചാപ്റ്ററിൽ നിന്ന് പണ്ട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ വേറൊരു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കണക്കുകളും കാര്യങ്ങളാണ്. ആ ചാപ്റ്റർ കുറെ പേർക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. കാരണം കുറച്ച് കണക്കുകളാണ്, അതൊക്കെ തലയിലിരിക്കണം, ഇക്വേഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പേടിക്കണ്ട, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എന്റെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പഠിക്കാനുള്ള, ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വട്ടം പഠിച്ചത് കുറച്ച് ലോസ് ആയിരുന്നു ആ ചാപ്റ്ററിൽ ആദ്യം തന്നെ അല്ലെ? അവോഗാഡ്രോ ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ. അപ്പൊ അതേപോലെ കുറച്ച് ലോസ് തന്നെയാണ് ഇവിടെയും ആദ്യം പഠിക്കാനുള്ളത്. മക്കളെ ഉറപ്പാ ഇതിന് ഏതെങ്കിലും ഒരു ലോ ചോദിക്കും, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒരു ലോ എന്തായാലും ചോദിക്കും വിത്ത് എക്സാമ്പിൾ, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇതിന് മുന്നേ ഒരു പോർഷനും കൂടി ഉണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ആക്ച്വലി നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാനൊരു ക്ലാസ് അതിന്റെ മാത്രമായിട്ടൊരു 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. കാരണം അത് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എപ്പോഴും. ജസ്റ്റ് ഒരു ഒരു ഫിഗർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് എഴുതാനായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ്. അത് സാറ് പിന്നീട് ചെയ്തു തരാം. നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 5 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 5 ലോസ് ആണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് നിങ്ങൾ 9ലോ 8ലോ പഠിക്കുന്ന അല്ലെ? മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലെ? ആ ഒരു ലോ ആണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തേത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, പറഞ്ഞു തരാം എന്താണെന്ന്. അതേപോലെ മൂന്നാമത്തേത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇനി നാലാമത്തതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഇതും കേട്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അഞ്ചാമത്തെ ലോ ആണ് അവോഗാഡ്രോ ലോ. ഇത് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്പർ ഓഫ് മോൾസ്, ആ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഈ 2 ലോവും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് 3 അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് 5 നമ്മൾ പഠിക്കണം. ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പറയുന്ന കോമ്പോസിഷനും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾക്ക് അതിലേക്ക് കിടക്കാം. ഓരോ ലോ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ലോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു ലോ ആണ്. വളരെ സിമ്പിൾ ലോ, ഒന്നുമില്ല അതിൽ പറയാനായിട്ട്. നോക്കി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതായത് മാസിന്റെ കൺസർവേഷൻ അത് തന്നെയാണ് പറയുന്നത്. അതായത് മാസിനെ കൺസേർവ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. നോക്കിയടാ, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ ഉണ്ടാക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്. നോക്കുക, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിക്കുക. ഈ ആരോ മാർക്കിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10ൽ പഠിച്ചാണ്, മറക്കരുത് കേട്ടോ. ആ സാധനം മറക്കരുത്. കാരണം ഒരു കാര്യം സാറ് പറഞ്ഞോട്ടെ, 10ൽ നിങ്ങൾ പഠിച്ചു വെച്ച ടെക്സ്റ്റോ അല്ലെങ്കിൽ നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെക്കുക. കാരണം അതുണ്ടെങ്കിൽ നമുക്കത് നിങ്ങൾ +1 എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ 10 പോലെ ഒരിക്കലും +1 കാണരുത് മക്കളെ. ഭയങ്കര ഡിഫറെന്റ്. കാരണം ഇതൊരു മറ്റേ കടലാണെന്ന് സാർ വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം വളരെ നിങ്ങള് 10ൽ പഠിച്ച ഏകദേശം 3 ചാപ്റ്ററിന്റെ വലിപ്പം ഉണ്ടാവും ഇപ്പം +1 പഠിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കാം. നമുക്ക് അത്രയും പഠിക്കാനുണ്ട്, ഇച്ചിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും +1ഉം +2 ഒക്കെ പഠിച്ച് പാസ്സാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിലെ സ്റ്റുഡൻസിനൊക്കെ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. CBSE സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്തകളുണ്ടാവും സയൻസ് ഒക്കെ കയറുമ്പോൾ. സയൻസ് എന്നല്ല, ഏത് വിഷയം കയറിയാലും നമുക്ക് അങ്ങനെ തോന്നും. അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് അതിനൊരു ട്രിക്കി വേയിൽ പഠിച്ചു പോയാൽ മതി. എല്ലാവരും പഠിച്ചു തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഇതേപോലുള്ള എല്ലാ ആൾക്കാരും, ടീച്ചേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഇതേപോലെ പഠിച്ചു പോയവരാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്, പറ്റായികയൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രമിക്കണം. ആ ഒരു ശ്രമം നിങ്ങൾ മുന്നേ ഇട്ടുകൊടുത്തേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞോട്ടെ, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. C+O2 CO2, കാർബണും ഓക്സിജനും ചേർന്ന് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, കാർബണിന്റെ അറ്റോമിക് മാസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്.
അറിയാലോ കാർബണിന്റെ അറ്റോമിക് മാസ്. ഞാൻ പറഞ്ഞു ആ ടെക്സ്റ്റ് നോട്ടൊക്കെ എടുത്ത് വെക്കുക, പണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതേപോലെ ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16. ഓക്കെ ആണോ? 16 16 ആണ്. അതേപോലെ O2 ആയിട്ട് മാറുമ്പോൾ 2 ഇല്ലേടാ, 2 ഇല്ലേ? അപ്പൊ 16 × 2 32, 32 ഗ്രാം ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോ 12 ഗ്രാം കാർബണും 32 ഗ്രാം ഉള്ള ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരെന്തായിരുന്നു? ഈ ആരോ മാർക്കിന്റെ ഇപ്പുറത്തുള്ള ആൾക്കാരെ വാലിന്റെ അവിടെ വിളിക്കുന്ന പേരെന്തായിരുന്നു? റിയാക്ടൻസ് അല്ലെ? അതേപോലെ തലയുടെ അവിടെ വിളിക്കുന്ന പേരെന്തായിരുന്നു? പ്രൊഡക്ട്സ്. ഓർമ്മയുണ്ടല്ലോ, മറക്കല്ലോ കേട്ടോ. മറക്കരുതേ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന റിയാക്ടൻസ് 12 ഗ്രാമുള്ള കാർബണും 32 ഗ്രാമുള്ള ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. അതിന്റെ വെയിറ്റ് എത്രയാ? 44 ഗ്രാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ട്? ഓക്കെ, ഈ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് ഒന്ന് കൂട്ടി. 12ഉം 32ഉം 12ഉം 32 എത്രയാ? 44 അല്ലേ? അതേപോലെ ഉണ്ടായ പ്രൊഡക്റ്റിന്റെ മാസം എത്രയാണ്? 44 ആണ്. അല്ലേടാ? അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. റിയാക്ടൻസിന്റെ മാസ് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും എന്തില്? പ്രൊഡക്റ്റിന്റെ മാസ് ആയിട്ട് മാറുക. എത്ര പ്രൊഡക്റ്റ് ഉണ്ടായാലും ആ പ്രൊഡക്റ്റിന്റെ എല്ലാത്തിന്റെയും മാസ് കൂട്ടിയാൽ, എത്ര റിയാക്ടൻസ് റിയാക്ട് ചെയ്തു അവരുടെ എല്ലാത്തിന്റെയും മാസ് കൂട്ടിയാൽ രണ്ടും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഐഡിയ കത്തിയോ? ഇത്രയേ ഉള്ളൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. രണ്ടും നശിച്ചിട്ടില്ല. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ലോയിലോട്ട് പോകാം. അപ്പൊ രണ്ടാമത്തെ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. 2 തരത്തിൽ ഇതൊന്ന് പേര് പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കുന്നത് വേറെ തരത്തിലാണെങ്കിൽ അയ്യോ സാറേ ഞാനിത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ഇതൊന്ന് വായിച്ച മക്കളെ. എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്സ് combined together in the same proportion. അല്ലേ? ഇതാണ് വേണ്ടത് നമുക്ക്. സെയിം പ്രപ്പോർഷൻ ബൈ മാസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പത്തിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ഞാൻ ഇയാളെ എടുക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒന്ന് നിങ്ങൾ നോക്ക്. രണ്ടിടത്തും 2 റിയാക്ഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ 2 റിയാക്ഷൻസിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ. ഓക്കെ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണ്. CO3 കാർബൺ ഡൈ ഓക്സൈഡ് ആവോ? ഇല്ല. CO കാർബൺ ഡൈ ഓക്സൈഡ് ആവും? ഇല്ല. അത് കാർബൺ മോണോക്സൈഡേ ആവുള്ളൂ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണ്. അപ്പൊ 2 റിയാക്ഷൻസ്, 2 വേറിട്ട റിയാക്ഷൻസ് ആണ്. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒരു ബന്ധം ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അതാണ് ഇവർ തമ്മിലുള്ള ആകെയുള്ള ഒരു കോമൺ തിങ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ പറയുന്ന Na2CO3 സോഡിയം ബൈകാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് ഈ Na2യും കാർബൺ ഡയോക്സൈഡും ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അതേപോലെ കാൽഷ്യം കാർബണേറ്റ് CaCO3യും അതേപോലെ HCl, ഓക്കെ, ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാക്കി. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ ഒരാൾ ഡീകമ്പോസ് ചെയ്തുണ്ടായതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ രണ്ടുപേര് റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ രണ്ടുകൊടുത്തും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ടായത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് തന്നെ അല്ലെ? അതായത് രണ്ടുപേരുടെയും, അതായത് അറ്റോമിക് മാസിന്റെ റേഷ്യോ എടുത്താൽ 12:32 ആണ്. ഐഡിയ മനസ്സിലായല്ലോ? ഇതാണ് ഈ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. അതായത് എങ്ങനെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാലും, ഏതൊക്കെ തരത്തിൽ ഡീകമ്പോസ് ചെയ്തുണ്ടായാലും റിയാക്ട് ചെയ്തുണ്ടായാലും, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാലും അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു കോമ്പൗണ്ട് ഉണ്ടായാലും, ആ കോമ്പൗണ്ടിന്റെ പ്രപ്പോസിഷൻ എപ്പോഴും എങ്ങനെയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലെ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ വേണേലും ഉണ്ടായാൽ പോലും, ഇപ്പൊ C+O2 CO2 ഉണ്ടായാൽ പോലും അതിന്റെ പ്രപ്പോസിഷൻ എന്തായിരിക്കും? 12:32 അല്ല, അതിന് വെട്ടി ചെറുതാക്കി 3:8 അങ്ങനെ കിട്ടും. അത്രേ ഉള്ളൂ. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്സ്. ഒരേ എലമെന്റ്സ് ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണും ഓക്സിജനും ഉള്ളൂ, അല്ലാണ്ട് ഹൈഡ്രജനും ഓക്സിജനും വരുവാ? ഇല്ല. ഇനി കമ്പൈൻ ടുഗെദർ, ഒരുപോലെ ചേർന്ന്, ഇൻ ദ സെയിം പ്രപ്പോസിഷൻ അല്ലെ, സെയിം പ്രപ്പോർഷൻ ആയിട്ട് വരുള്ളൂ. പ്രപ്പോസിഷൻ അല്ല കേട്ടോ, സെയിം പ്രപ്പോർഷനിലെ വരുള്ളൂ. ഒരേപോലുള്ള പ്രപ്പോർഷനെ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പിനേഷൻ അല്ലെ, അല്ലെങ്കിൽ കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ബൈ മാസ് എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ അല്ലേടാ? ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ 2 ലോ പഠിച്ചു. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തേത് ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായുണ്ടാവുമല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ലോയിലോട്ട് പോവാം. അപ്പോ 4ാമത്തെ ലോ ഇതത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, കാരണം അങ്ങനെ വളരെ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ വേറെ നോക്കുക, ഗേ ലൂസാക്സ് ലോ ഓഫ് കോൺസ്റ്റന്റ് വോളിയംസ്. ഓക്കെ അല്ലേ? അപ്പൊ ലോ ഒന്ന് ഞാൻ വായിക്കാം, നോക്കിയേ. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രൊഡക്ട്സ്, ഗ്യാസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് ആയിട്ടുള്ള ഒരു സംയുക്തം ഉണ്ടാകും, ഒരു കോമ്പൗണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും, ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. അതായത് ഈ പറയുന്ന ഗ്യാസ്, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കി. ഈ എക്സാമ്പിളിൽ പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആയിട്ടുള്ള ഒരു എലമെന്റും അതേപോലെ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഗ്യാസും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓക്കെ, അപ്പോ 4ാമത്തെ ലോ, ഗേ ലൂസാക്സ് ലോ ഓഫ് കോൺസ്റ്റന്റ് വോളിയംസ്. വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് പഠിച്ചു വെച്ച്, കാരണം സ്ഥിരം ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല അത്, എന്നാലും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ 2, 3, 4 ഈ പറയുന്ന സാധനങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ലോ ഒന്ന് വായിക്കാം, നോക്കി. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രൊഡക്ട്സ്, ഞാൻ അടിവരി ഇട്ട് നോക്കി. എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് ടെമ്പറേച്ചർ, STP അറിയാലോ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ, ആ ഒരു അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കുന്ന, അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസ് ആയിട്ടുള്ള റിയാക്ടൻസ് വേറൊരു ഗ്യാസ് ആയിട്ടുള്ള റിയാക്ടന്റിനോട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗേഷ്യസ് പ്രൊഡക്റ്റുകൾ തമ്മിൽ, ഇവർ 3 പേരുകൾ തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ റേഷ്യോ ഉണ്ടാവും, ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാവും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഹൈഡ്രജന്റെ വോളിയം എത്രയാണ്? നിങ്ങളപ്പോ പറയരുത് 2 എന്ന് പറയരുത്. എത്രയാണ്? ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ എന്ന് പറയുന്ന ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക നമ്മള്? H2 എന്നല്ലേ? H എന്ന് എഴുതിയാൽ അത് ആറ്റം അല്ലേ ആവുക? ശ്രദ്ധിക്കണോട്ടോ. ഓക്കെ അല്ലേ? അതൊക്കെ ബേസിക് ഐഡിയ ആണ് കേട്ടോ, അതൊക്കെ പണ്ട് കിട്ടേണ്ട പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം H2 ആണ്, വാതക തലത്തിൽ അല്ലെങ്കിൽ മോളിക്യൂൾ ആയിട്ട് നിൽക്കുമ്പോൾ. അപ്പൊ ഇതിന്റെ വോളിയം എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരൊറ്റ ഹൈഡ്രജനേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് ചോദിക്കും, എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നേ ഉള്ളൂ. H2 എന്ന് പറഞ്ഞാലാണ് അതിന്റെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ, തന്മാത്ര. ഓക്കെ അല്ലേ? മനസ്സിലായ? ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ക്ലോറിൻ, ഇവിടെ എത്ര ഉണ്ട്? 1 എണ്ണം. അപ്പൊ ഇത് രണ്ടിന്റെയും വോളിയം, ഇവിടെ ഒരു ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഒരു ക്ലോറിൻ. സിമ്പിൾ ആയിട്ട് നോക്കാമല്ലോ, ഇവിടെ നമ്പർ ലൈൻ അർത്ഥം എന്താണ്ടാ? മോളിന്റെ എണ്ണല്ലേ? 1 മോൾ വോളിയം, 1 മോൾ വോളിയം ഹൈഡ്രജൻ, ഇങ്ങനെയല്ലേ? അതേപോലെ ഇവിടെ എത്ര HCl ഉണ്ടായിരുന്നു? 2 HCl. ഇതിന്റെ റേഷ്യോ നോക്കിയാൽ 1:1:2. ഒരു സിമ്പിൾ റേഷ്യോ അവർ തമ്മിലുണ്ടാവും. അത്രേ ഉള്ളൂ. അതെങ്ങനെയായിരിക്കണം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇവരുടെ റേഷ്യോ കൃത്യമായിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഗ്യാസിന്റെ പ്രശ്നം, ഈ റേഷ്യോസ് ഇങ്ങനെ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ഗേ ലൂസാക്സ് ലോ ഓഫ് കോൺസ്റ്റന്റ് വോളിയം. ഐഡിയ മനസ്സിലായല്ലോ? ഒന്നുകൂടി സാറ് പറഞ്ഞാൽ, വേറെ ഒന്നുമില്ല, ഒരു ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റ് മറ്റൊരു ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റിനോട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗേഷ്യസ് പ്രൊഡക്റ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ വോളിയം തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടാവും. അല്ലെങ്കിലോ ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് അല്ലെങ്കിലോ ആ റേഷ്യോ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അത്രേ ഉള്ളൂ, സിമ്പിളാ. ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ലാസ്റ്റത്തെ നമുക്ക് ലോയിലോട്ട് കിടക്കാം. അറിയാം, കഴിഞ്ഞതാ, പഠിച്ചു കഴിഞ്ഞതാ അല്ലെ? എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. അവോഗാഡ്രോല്ലോ എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് വോളിയം, ഓക്കെ, ഓഫ് ദി ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ, അതായത് STPയിലാണെങ്കിൽ ആ ഗ്യാസിന്റെ ഈക്വൽ നമ്പർ ഓഫ് വോളിയം എന്തായിരിക്കും? അതിന്റെ മോൾസിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് വോളിയം നമ്പർ ഓഫ് മോൾസും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത്രയേ ഉള്ളൂ. എന്താ അവോഗാഡ്രോ? പഠിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ അല്ലേ? V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു N. ഇതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഞാൻ പറയുന്നു, ലോ 2 കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, ലോ 3 മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ലോ 4 കെ ലൂസാക്സ്, ഇനി ലോ 1 ലോ കൺസർവേഷൻ മാസ്. ഇത്രയും ഒന്ന് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. അതിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ 3 സ്ഥിരം ചോദിച്ച് കണ്ടുവരുന്നത്. ഈ പറഞ്ഞ അവോഗാഡ്രോ ലോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അത്ര വലിയ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, വിത്ത് എക്സാമ്പിൾ പഠിക്കുക. കാരണം ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചായിരിക്കും കണക്ക് ചോദിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വട്ടം +2 കുറച്ച്, +1 അങ്ങനെ തന്നെയായിരുന്നു, കുറച്ച് സംഭവം നിങ്ങൾക്ക് അറിയാം അതിന്റെ ആൻസർ, പക്ഷെ അതിലോട്ട് എത്താൻ ബുദ്ധിമുട്ടാണ്. PSC ചോദ്യം പോലെ ആയിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. കാരണം
അത് നല്ലതാണ് നമ്മളൊന്ന് ചിന്തിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. എല്ലാം ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് കിട്ടുന്നതിന് പകരം കുറച്ച് ചിന്തിച്ച നമ്മൾ ഉത്തരത്തിലോട്ട് പോകേണ്ടി വരും. എക്സാംസിന് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്ലസ് വണ്ണിലൊക്കെ കെമിസ്ട്രിക്കും ബാക്കിയുള്ളതിനൊക്കെ വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ആക്കി വെക്കുക. ഓക്കെ, അതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ആയിക്കാം. തലങ്ങും വിലങ്ങും ഉള്ളതൊക്കെ നമ്മൾ ചെയ്തു വെക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ല? 5 ലോസും നല്ല വൃത്തിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കാൻ നോക്കുക. അപ്പോൾ കേട്ടുള്ള മറ്റേതോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കി 3 നല്ല വൃത്തിക്ക് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് കൂടി പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞായിരിക്കാം അത് GAM, അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതും കൂടി കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കടക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴും അവിടെ നിൽക്കുക കടന്നിട്ടില്ല, ചാപ്റ്ററിന്റെ പടിയിലോട്ട് ആയിട്ടില്ല. ഓക്കെ, എംപിരിക്കൽ ഫോർമുല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ബേസ് ആവശ്യമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ സാർ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ.